മഴത്തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ അവളുടെ കാര്യം ആലോചിക്കുമ്പോ ഒരു സമാധാനം ഇല്ല മൂന്ന. ആശുപത്രിയിൽ നിന്ന് കേറിയപ്പോ തൊട്ടേ കരച്ചില്ല, ഒന്നും കഴിച്ചിട്ടും ഇല്ല. എത്രയൊക്കെ ആയാലും പ്രയാസം കാണാതിരിക്കുകയോ ചേച്ചി. അകൽച്ചയൊക്കെ മറന്ന് അവരൊരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവളെ എന്തെങ്കിലും പറഞ്ഞ് ചേച്ചി സമാധാനിപ്പിക്കും. വാശി പിടിച്ചാലും നിർബന്ധിച്ച് വല്ലതും കഴിപ്പിക്കണം. ഞാനേതായാലും മോളെയും കൂട്ടി ഒന്ന് പോയിട്ട് വരാം. ഞങ്ങൾ ഇറങ്ങട്ടെ. വാ മോളെ. മോളെ, ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെ മോളെ? അമ്മ കഞ്ഞിവെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ചൂടുണ്ട്, ശകലം കഴിക്കുമോളെ. വേണ്ടമ്മ, എനിക്കൊട്ടും വിശപ്പില്ല എന്ന് പറഞ്ഞാ പറ്റുമോ മോളെ? ഉള്ളിലൊന്നും ചെല്ലാത്തോണ്ടാ ഈ തലചുറ്റലും ക്ഷീണവും ഒക്കെ. മോളെ ഒന്നും പറയരുത്, അമ്മയല്ലേ പറയുന്നത്. ശകലം കുടിക്കുമോളെ. കുടിക്കേ, നല്ല ചൂടുണ്ട് മോളെ. ഗോപേട്ടന്റെ വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ അമ്മ. മോള് വിഷമിക്കണ്ട, അവിടെ വേണിയും ഹരിമാസ്റ്ററും ഒക്കെ ഉണ്ടല്ലോ, കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ നോക്കിക്കോളൂ. മോളെ, എന്താ മോളെ ഇത്? ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ. ദൈവം പോലും പൊറുക്കാത്ത രീതിയിൽ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മ, ഇപ്പൊ എന്റെ പ്രാർത്ഥന മുഴുവനും എന്റെ ഗോപേട്ടന്റെ ജീവന് വേണ്ടിയാ. ഒരാപത്തും കൂടാതെ എന്റെ ഗോപേട്ടനെ തിരിച്ചു കിട്ടില്ല അമ്മ. കിട്ടും മോളെ, മോള് സമാധാനായിട്ടിരിക്കെ. നിന്റെ ഈ കണ്ണീരും പ്രാർത്ഥനയും ഒക്കെ ദൈവം കേൾക്കാതിരിക്കില്ല. മോള് വിഷമിക്കണ്ട. എന്താ മോളെ ഇത്? മോള് വിഷമിക്കരുത്.
എന്റെ പൊന്നുമോളല്ലേ. ചിറ്റേ, ചിറ്റേ, എനിക്കിപ്പോ അച്ഛനെ കാണണം. വാതിൽ അയ്യോ തുറക്കാൻ മോളെ, പറ ചിറ്റേ. മോളെ എനിക്ക് എന്തി അച്ഛനെ കാണിക്കുന്നേ? കാണണം. വാ, കരയില്ല മോളെ. മോളുടെ അച്ഛനെ പരിശോധിക്കാൻ കൊണ്ടുവരികയല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാലോ. മോളിരിക്കെ. എനിക്ക് ഇപ്പൊ കാണണം ചിറ്റേ. മോള് സമാധാനിക്കേ. ഇന്നലെ രാത്രി തുടങ്ങിയ കരച്ചിലും പോളോ വന്നപ്പോ കാണാനും യോഗമില്ല. കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ. എന്ത് ചെയ്യാനാ മോളെ, നേരത്തെ ഇറങ്ങിയതാ. വഴിയിലൊക്കെ പാർട്ടിക്കാരുടെ ജാഥയും പോളൂ. അരമണിക്കൂർ അങ്ങനെ പോയി. അച്ഛനെ എപ്പോഴാ പരിശോധിച്ചിട്ട് കൊണ്ടുവരും ചിറ്റേ? കൊണ്ടുവരും മോളെ, ഉടനെ കൊണ്ടുവരും. എന്തോന് കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ. ഊണുമില്ല, ഉറക്കമില്ല, ആരോടും ഒരു മിണ്ടാട്ടവും ഇല്ലാതെ ഒരേ ഇരിപ്പ. എന്തു പറഞ്ഞാ ഞാൻ സമാധാനിപ്പിക്കുന്നത്? ചേച്ചി ആകെ സങ്കടത്തില. എന്നാ പിന്നെ അച്ഛൻ അവിടെ നിക്കായിരുന്നില്ലേ? ഇവിടെ ഹരിമാഷ് ഉണ്ടായിരുന്നല്ലോ. മോളുടെ വാശി പിടിച്ചുള്ള കരച്ചിൽ കണ്ടപ്പോ കൊണ്ടുവരാതിരിക്കാൻ തോന്നിയില്ല. രാവിലെ ഗൗരി കൊണ്ടുവരായിരുന്നതാ. എന്തോ അവന്റെ ഒപ്പം കുട്ടിയെ വിടാൻ മനസ്സ് വന്നില്ല. അതാ ഞാൻ തന്നെ കൊണ്ടുവന്നത്. ഇന്നലെ മുതല് ഒരു വക കഴിക്കാതെ വാശി പിടിച്ചിരിക്കുക. നീ അവക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക. നീ പറഞ്ഞാലേ മോള് കേൾക്കൂ. എന്താ മോളെ, ഒന്നും കഴിക്കാതിരുന്ന അസുഖം വരില്ലേ? വാ, ചിറ്റ വാങ്ങിത്തരാം. വേണ്ട, അച്ഛൻ വരട്ടെ. മോക്ക് എന്നിട്ടും മതി. അച്ഛൻ വരാൻ താമസിച്ചാലോ? അതുവരെ മോളിങ്ങനെ വിശന്നിരുന്നാലേ മോക്ക് അസുഖം വരും. വാ, ചിറ്റയല്ലേ പറയുന്നേ. വാ. ഈശ്വര, അമ്മ എവിടെ ഇരിക്കുന്നത്? വാമേ, നമുക്ക് വല്ലതും കഴിക്കണ്ടേ? നല്ല വിശപ്പ്. മോള് ചെന്ന് കഴിക്കേ. എനിക്കിപ്പോ ഒന്നും വേണ്ട. അതെന്താ, വിശക്കുന്നില്ലേ? ഗോപന്റെ കാര്യം ആലോചിക്കുമ്പോ വിശപ്പും ദാഹവും ഒന്നും തോന്നുന്നില്ല മോളെ. ചെല്ല, മോള് പോയി കഴിക്കും. ഗോപൻ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. ഗോവന്റെ ഈ മാറ്റം തികച്ചും പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ കാണുന്നത്. തുറന്നു പറയാലോ മാഷേ, വളരെ അപൂർവമായേ ഇത്തരം അത്ഭുതങ്ങൾ സംഭവിക്കാറുള്ളൂ. ഐസിയുലേക്ക് മാറ്റുമ്പോൾ ഏറിയാൽ 1-2 ദിവസം അത്ര പ്രതീക്ഷയെ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. സിങ്കിങ് സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഒരു തിരിച്ചുവരവ് ഒരുപക്ഷെ 100-ൽ 1-2 പേർക്ക് മാത്രം സംഭവിക്കുന്നതാണ്. പക്ഷേ ഈ കണ്ടീഷൻ അധികനാൾ തുടരണമെന്നില്ല. മൈനറായ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് മതി സ്ഥിതി വീണ്ടും മോശമാവാൻ. ഗോവനിൽ നിന്നും ഈ രോഗം എന്നേക്കുമായി മാറ്റിയെടുക്കാൻ ഒരു മേജർ സർജറി കൊണ്ടേ സാധ്യമാവും. ഈ ഓപ്പറേഷൻ എന്ന് പറയുമ്പോ റിസ്ക് ഉണ്ട്, അതുപോലെ ചെലവും. പിന്നെ ഓപ്പറേഷൻ വൈകും തോറും പ്രതീക്ഷിക്കുന്ന അവസരവും കുറയും. മാഷെന്ത് പറയുന്നു? സത്യം പറയാമല്ലോ, കുറച്ചു മുമ്പ് ഡോക്ടർ പറഞ്ഞു കേട്ടപ്പോ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. പക്ഷെ ഇപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മാഷേ. ഞാൻ പറഞ്ഞല്ലോ, വേണമെങ്കിൽ എനിക്ക് ഈ കാര്യം മറച്ചു വെക്കാമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഡോക്ടേഴ്സിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗോപനിൽ ഇങ്ങനെ ഒരു ചേഞ്ച് കണ്ടപ്പോ ഒരു ശ്രമം കൂടി നടത്തി നോക്കാമെന്ന് തോന്നി. ചിലപ്പോ ഫലം കണ്ടില്ലെന്നും വരാം. എങ്കിലും നമ്മൾ ശ്രമിച്ചില്ലെന്ന് വേണ്ടല്ലോ. ചോദിക്കുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. ഇതിന് ചെലവ് എത്ര വരും?
അതാണ് ഒരു പ്രശ്നം. എല്ലാം കൂടി ഏകദേശം 2 ലക്ഷത്തോളം ആവും. എല്ലാവരുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് മതി. പക്ഷേ അധികം വൈകരുതെന്ന് മാത്രം. വൈകിട്ട് ഗോപനെ റൂമിലേക്ക് മാറ്റും. പിന്നെ നിങ്ങളുടെ തീരുമാനം പോലെയാവും കാര്യങ്ങൾ. ഓപ്പറേഷൻ വേണ്ടെന്നാണെങ്കിൽ 2 ദിവസത്തിനകം നിങ്ങൾക്ക് അയാളെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അതല്ല, തീരുമാനം അനുകൂലമാണെങ്കിൽ എത്രയും നേരത്തെ നമുക്കത് നടത്തണം. ഉം. ഹലോ, നീ എവിടുന്നാ? അമ്മാവനോടില്ല. എന്താ കാര്യം? നീ ഗസ്റ്റ് ഹൗസിൽ വെയിറ്റ് ചെയ്യ്, ഞാൻ അങ്ങോട്ട് വരാം. എങ്ങനെയുണ്ട് ഭാര്യ വീട്ടിലെ പൊറുതി? നീ ഇപ്പൊ അവിടുത്തെ ആള് തന്നെയാന്ന് കേട്ടല്ലോ. അതെ, അതിനിപ്പോ എന്താ കുഴപ്പം? ഭാര്യ വീട്ടുകാർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലേ സഹായിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ ഏട്ടാ? ആയിക്കോ, രക്ഷകനായിട്ട് അവിടെ തന്നെ കൂടായിരുന്നില്ലേ? പിന്നെന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അവിടെ ഉള്ളവരുടെ സുഖവിവരങ്ങൾ അറിയിക്കാനോ? ഏട്ടൻ എന്തറിഞ്ഞിട്ടാ എന്നോട് ഇങ്ങനെ ചൂടാവുന്നത്? അവിടെയുള്ളവരുടെ കണ്ണീരും കഷ്ടപ്പാടും കണ്ടേ എന്റെ മനസ്സ് മാറിയെന്ന് വിചാരിച്ചിട്ടാ? രക്ഷകനായി അവർക്കൊപ്പം നിൽക്കുന്നതേ എല്ലാത്തിനും ശവക്കുഴി തീർക്കാൻ വേണ്ടി തന്നെയാ. സ്നേഹിച്ച് ഓരോന്നിനെയും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. ഏട്ടനെന്താ വിശ്വാസം വരുന്നില്ലേ? എങ്കിൽ നോക്കിക്കോ, എന്റെ ആദ്യത്തെ രാവന ഗോപൻ. നന്ദിനി എന്റെ തലയിൽ കെട്ടിവെക്കാൻ ഒരുപാട് ആവേശം കാണിച്ചത് അവനായിരുന്നല്ലോ. അതിനുള്ള സമ്മാനം ഞാൻ അവന് കൊടുക്കുന്നുണ്ട്. എന്താ നിന്റെ പ്ലാൻ? സോ സിമ്പിൾ. മരണം കാത്തു കിടക്കുന്നവന് ഒരു നിമിഷം മുമ്പ് ആ വരം കൊടുത്ത് അനുഗ്രഹിക്കാം. എങ്ങനെ? വെറുതെ ആവേശത്തിന്റെ പുറത്ത് നീ മണ്ടത്തരമൊന്നും കാണിക്കരുത്. ഇല്ല ഏട്ടാ, ഒരിക്കൽ നമുക്ക് പറ്റിയ അബദ്ധം ഇനി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നന്ദിനെ കൂടെ നിർത്തിയ ഞാൻ ഈ കരുനീക്കങ്ങളൊക്കെ നടത്തുന്നത്. എന്തൊക്കെ പുരുവാലാടാ നീ കാണിച്ചു കൂട്ടാൻ പോകുന്നത്? ഇതൊക്കെ ആ പെണ്ണെങ്ങാനും പറഞ്ഞാൽ കുഴപ്പമല്ലേ? ഇല്ല, നന്ദിനിക്കിപ്പോ ഗോപനോടും ഇന്ദുവിനോടും വല്ലാത്ത പകയാ. അങ്ങനെ ആക്കിയെടുത്തു ഞാൻ. പിന്നെ എല്ലാം കഴിഞ്ഞ് അവന്റെ കുഴിമാടത്തിലെ മണ്ണുണങ്ങി തീരും മുമ്പ് പാവം എന്റെ ഭാര്യയ്ക്കും എന്നെ വിട്ട് പോകേണ്ടി വരും. മധുവിധുവിന്റെ ആവേശത്തെ നിർപ്പിൽ തീർത്തും അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒരു അപകടം. അതിൽ നിന്ന് ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെടും. പക്ഷേ പാവന്റെ ഭാര്യ... സംഗതിയൊക്കെ കൊള്ളാം, പക്ഷേ ഒരാൾക്കും പിടികൊടുക്കാതെ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ആ വേണിയെ ശ്രദ്ധിക്കണം. അത് കേട്ടൻ എനിക്ക് വിട്ടേക്കാം. പിന്നെ ഗോപന്റെ മരണം നടക്കുമ്പോൾ ഞാനും നന്ദിനി ഇവിടെ ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും ഏട്ടൻ ഗിൽബർട്ടുമായിട്ട് ആലോചിച്ച് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തോണം. അത് ഞാൻ ഏറ്റു. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. തൽക്കാലം ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അമ്മയോട് പോലും ഇപ്പോൾ പറയണ്ട. എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ നമ്മുടെ ബുദ്ധിയാണെന്ന് അറിയുമ്പോൾ പാവത്തിന് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. മക്കൾക്ക് ബുദ്ധി തീരെ ഇല്ലെന്നാണല്ലോ അമ്മയുടെ പറച്ചില്. ആ എന്താ പിന്നെ ഏട്ടനങ്ങ് പോയിക്കോ. അമ്മാവൻ അന്വേഷിക്കുന്നുണ്ടാവും. ഓക്കെ, ശരി. നന്ദിനി, നന്ദിനി കുട്ടി, ആഹാ പിണങ്ങിയിരിക്ക. എന്തിനാടോ ഈ പാവത്തിനോട് ഇത്ര വലിയ പിണക്കം?
വേണ്ട, എന്നോട് മിണ്ടണ്ട. ആ പറഞ്ഞ വാക്കം തിരിച്ചിട്ട് പുന്നരിക്കാൻ വന്നിരിക്കുന്നു. അയ്യടാ, ഞാൻ വാക്ക് തെറ്റിച്ചെന്നോ? ഓ, അപ്പൊ അതും മറന്നു. എനിക്കറിയാം, എന്നോട് ഗൗരിക്ക് ഒരു സ്നേഹവുമില്ല. നേരെ കാണുമ്പോ ഉള്ള ഈ പഞ്ചാര വർത്തനം മാത്രമേ ഉള്ളൂ. അതൊക്കെ വിശ്വസിച്ച് ഒരുങ്ങി കിട്ടിയിരുന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. ദേ പെണ്ണെ, ചങ്കി കൊള്ളുന്ന വർത്താനം പറയാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ശേ, ഞാനതങ്ങ് മറന്നു. നമ്മൾ ഇന്നൊരു സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തിരുന്നു അല്ലേ? ഓ, ഇപ്പോഴെങ്കിലും സാറിനത് ഓർമ്മ വന്നല്ലോ. റിയലി ഐ എം സോറി നന്ദു. ചേട്ടനുമായിട്ട് സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ ഞാനതങ്ങ് മറന്നുപോയി എന്നുള്ള കാര്യം സത്യം. നന്ദിനിക്കുട്ടി, എന്തായത്? മറക്കുമല്ലോ. ഇവിടുന്ന് ഇറങ്ങിയ പിന്നെ ഗൗരിയുടെ മനസ്സിൽ ഞാനില്ലല്ലോ. അല്ല, എന്തായിരുന്നു ചേട്ടനുമായിട്ട് ഇത്ര മഹാകാര്യം സംസാരിക്കാൻ? അതറിഞ്ഞ നിന്റെ ഈ പിണക്കൊക്കെ ഇപ്പൊ മാറില്ലേ? നമുക്ക് ഗുണമുള്ളൊരു കാര്യ, അത് എത്രയും പെട്ടെന്ന് നടത്താനുള്ള നീക്കത്തില ഞാൻ. നമ്മളൊരു ടൂർ പോകുന്നു. മൂന്നാറിലോ കൊടൈക്കനാലിലോ ഊട്ടിയിലോ എവിടെയാ നിനക്ക് ഇഷ്ടം എന്ന് വെച്ചാ അവിടെയൊക്കെ. സത്യം? അതോ എന്നെ വീണ്ടും പറഞ്ഞു പറ്റിക്കാണോ? അല്ല പെണ്ണെ, ഇത് സത്യമാ. ടൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അതിനും വലിയൊരു സന്തോഷ വാർത്ത നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. ഈ വീട്ടിലെ നമ്മുടെ ഒരു ശത്രുവിനെ നമ്മൾ പരലോകത്തേക്ക് ടൂറിന് അയക്കുന്നു. നിന്റെ ഗോപേട്ടനെ. ഗൗരി, നമുക്ക് കുഴപ്പമെന്തെങ്കിലും ആരെങ്കിലും അറിഞ്ഞാൽ എനിക്കാകെ പേടിയാവുക. ആരും അറിയില്ല. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതിനുവേണ്ടിയല്ലേ ആ സമയത്ത് നമ്മൾ ഇവിടുന്ന് മാറിയിരിക്കുന്നത്. തിരിച്ചു വരുമ്പോഴേക്കും ഗിൽബർട്ട് ഗോപന്റെ വിധി നടപ്പാക്കിയിരിക്കും. നിന്റെ വിധി ഞാനും. ക്രിസ്റ്റൽ ഡിസൈനേഴ്സ് നമ്മളുമായിട്ട് അസോസിയേറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് ആയത്. ഇതൊന്ന് കെയർഫുള്ളായി പഠിച്ച് എനിക്ക് വിശദമായിട്ടൊരു റിപ്പോർട്ട് തരാൻ പറയും വേണിയോട്. അത് ആ കുട്ടിന്റെ ലീവാണ്. എന്താടോ മാമൂലി ഇതൊക്കെ? ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലിയുള്ളപ്പോ അവരിങ്ങനെ ഇറഗുലർ ആയാൽ എങ്ങനെയാ? മനഃപൂർവ്വം ആ കുട്ടി അങ്ങനെ ചെയ്യാറില്ല. ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാ ഇന്ന് ലീവ് എടുത്തത്. എന്തത്യാവശ്യം? നന്ദിനി മോളുടെ ചേച്ചി ഇന്ദുവിന്റെ ഭർത്താവ് കുറച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കുക. കോപനല്ലേ? അക്കാര്യം വേണി എന്നോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഇത്ര സീരിയസ് ആണെന്നൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. ആ കുട്ടിയുടെ സ്വഭാവം അങ്ങനെയാ. കുറച്ചു ദിവസമായി അത് വല്ലാതെ മൂടൗട്ടാ. ഒരുപാട് നിർബന്ധിച്ചപ്പോഴാ എന്നോട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞത്. ഓ, ആ വീടിന് ആകെയുള്ള ഒരു അത്താണി ആ കുട്ടിയാ.